കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രുതിയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് അങ്ങോട്ട് മീര വന്നത്. മീര വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി ചോദിച്ചു, അല്ല നീ ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നോന്ന് ചോദിക്കുവാണ്. എന്തിയെ കൊണ്ടുവന്നോന്ന് ചോദിക്കുവാണ്. അതെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ശ്രുതി അത് വാങ്ങിയിട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെന്റെ വക ഒരു ഗിഫ്റ്റാന്ന് പറയാ. അല്ല ഇതെന്തിനാ? ഇതെന്റെ ഭർത്താവായിട്ടൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് തകർത്തില്ലേ, അപ്പൊ ഞാൻ കരുതിയതാ ഒരു ഗിഫ്റ്റ് തരണോന്ന്. ഈ ഗിഫ്റ്റ് ഇതിനകത്ത് ഷർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറുമാണ്. ഇത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സുധി ഈ ഷർട്ട് ധരിക്കും എന്ന് പറയാം. സുധി ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല എനിക്ക് സുധീനെ ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ സുധീനെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സുധിയുടെ ഇഷ്ടം എന്താണെങ്കിൽ എനിക്കറിയില്ല. സുധിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, എന്നോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഷർട്ട് ധരിച്ചാൽ മതി എന്ന് പറയാം. ഇത്രയും പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു, എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാം. ഈ സമയത്ത് മീര പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ, കുറച്ചേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒരു ഓട്ടോയ്ക്ക് കയറി അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയേ. വേണ്ട ഞാൻ നിന്റെ ഒപ്പം വരുവാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും മീരയുടെ ഒപ്പം പോവാണ്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രേവതി കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്താണ് വഴിക്ക് വെച്ച് അശോകനെ കാണുന്നത്. അശോകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, അശോകനങ്ങളെ എങ്ങനെയുണ്ട്, സുഖമൊക്കെയാണോ? എൻ്റെ ആന്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. കുറവായെന്ന് ചോദിക്കുകയാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും ഡിസ്ചാർജ് ആകാം, വീട്ടിലേക്ക് പോരാന്ന് പറയണം. അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു, അങ്കിളിന്റെ പൈസ തരാൻ പറ്റിയില്ലോന്ന്. അതിന്റെ പേരിൽ അച്ഛന് വീട്ടിൽ പറയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന് പറയണം. അതാണ് കാര്യം, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പണമൊക്കെ കൃത്യസമയത്ത് തന്നെ റെഡിയായി. സച്ചി ഉണ്ടായിരുന്നല്ലോ, സച്ചി മോനുള്ളതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പണം റെഡിയായി. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. സച്ചി ഉള്ളതുകൊണ്ടാ ഇന്നെന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു പറയാം. സച്ചിയോ? അതെങ്ങനെ സംഭവിച്ചു? അല്ല അത് മോളോടൊന്നും പറഞ്ഞില്ലായിരുന്നില്ലേ? എന്നോടും ആരോടും പറയില്ലെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നേ പറയാ. പക്ഷെ രേവതിക്ക് കാര്യം എന്താന്ന് അറിയില്ല. പിന്നീടാണ് അശോകൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. താന് പൈസക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്ന സമയത്താണ് സച്ചിനെ വഴിക്ക് വെച്ച് കാണുന്നത്. അങ്ങനെ വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു, എന്ത് പറ്റി അങ്കളെ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം തൻ്റെ വിഷമങ്ങളൊക്കെ താൻ പറഞ്ഞു. അവസാനം സച്ചി പറഞ്ഞു, സാരമില്ല, നമുക്കൊരു വഴി ഉണ്ടാക്കാം അങ്കിളെ, അങ്കിൾ എന്തിനാ സങ്കടപ്പെടുന്നേ? പക്ഷെ പണമില്ലെങ്കിൽ സച്ചിക്ക് അറിയാലോ, എൻ്റെ ഭാര്യയെ എനിക്ക് കിട്ടത്തില്ല, അവളുടെ സർജറി നടക്കണം, അതിന് 75,000 രൂപ കൂടെ ഇനി വേണമെന്നാ പറയണേ. ഞാൻ ചോദിക്കാൻ പറ്റുന്നിടത്തെല്ലാം ചോദിച്ചു, പക്ഷെ ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. അങ്കിള് സങ്കടപ്പെടണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു. പിന്നീട് അങ്ങനെ, ഞാൻ ഇപ്പം തന്നെ പൈസയായിട്ട് വന്നോളാം, അങ്കിള് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുക ചെയ്തേ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് സച്ചി വന്നു. സച്ചി വന്നിട്ട്, അതെ അങ്കിള് പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല മോളെ എന്ന് പറയാണ്. ഈ സമയത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു, സച്ചിരിയിൽ എവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് പൈസ ഉണ്ടാകുന്നേ? അതെനിക്ക് ഒരാൾ കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു, ഞാൻ ആ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന. അങ്കിൾ ആ ബില്ല് ഇങ്ങോട്ട് വന്നേ, ഞാൻ കൊണ്ട് അടയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ ആ ബില്ലും കൂടെ ബലമായിട്ട് മേടിച്ചിട്ട് പോവുക ചെയ്തേ. സച്ചിയെ കൊണ്ട് പണമൊക്കെ അടച്ചിട്ട് വന്നേ. പക്ഷെ അപ്പോഴും സച്ചിയുടെ കയ്യിൽ എവിടുന്ന പൈസ എന്ന് സച്ചി എന്നോട് പറഞ്ഞിരുന്നില്ലായിരുന്നു. പക്ഷെ പോയ സമയത്ത് സച്ചിയുടെ കഴുത്തെ മാലയില്ല, മാല ഉണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ മാലയില്ലായിരുന്നു. അപ്പൊ എനിക്ക് സംശയം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് സച്ചിയോട് ചോദിച്ചു. അപ്പൊ സച്ചി പറഞ്ഞു, അങ്കിളെ ഒരു കാര്യം ഓർത്ത്, ദൈവത്തെ ഓർത്ത് അങ്കിള് ഇത് ഒരു കാരണവശാലും അച്ഛനോട് പറയരുത്, അച്ഛൻ അറിയരുത്, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടമാവെന്ന് പറയാം. അത് മാത്രമാണ് സച്ചി എന്നോട് ആവശ്യപ്പെട്ടത്. ആ സച്ചി ആ ദൈവദൂതനെ പോലെ ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു. ഞാനിത് കഴിഞ്ഞ ദിവസം രവീന്ദ്രനെ കണ്ടപ്പോൾ പറയാത്തതിന് കാരണം എന്താണെന്ന് അറിയാവോ? സച്ചി എന്നോട് സത്യം ചെയ്യിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനോട് ഒരു കാരണവശാല പറയരുത്, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ലെന്ന്. രവീന്ദ്രന്റെ മോനല്ലേ, മോശമാൻ വഴിയില്ല. ആ രവീന്ദ്രന്റെ എല്ലാ നന്മകളും കിട്ടിയിരിക്കുന്ന സച്ചിക്ക. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ വേദന കണ്ടു കഴിഞ്ഞപ്പം സച്ചിക്ക് അവരെ താങ്ങാനും അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാനും ഒക്കെ തോന്നിയത്. സച്ചിയെപ്പോലുള്ളൊരു നല്ലൊരു ചെറുപ്പക്കാരന്റെ ഭർത്താവായത് കിട്ടിയത് മോളുടെ ഭാഗ്യം കൊണ്ടാ. അവനെ പൊന്നുപോലെ നോക്കണമെന്ന് പറയാം. രേവതി പറഞ്ഞു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അങ്കിളേന്ന് പറയണ. ഞാൻ കഴിഞ്ഞ ദിവസം രവീന്ദ്രൻ എന്നോട് പറഞ്ഞായിരുന്നു,
മാലയുടെ പ്രശ്നം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കുടുംബത്തെ വഴക്കാന്ന്. ഇനി അവനോട് വഴക്കുണ്ടാക്കല്ലേ. എനിക്കിത് രവീന്ദ്രനോട് പറയാൻ പറ്റിയില്ല. അവന് കൊടുത്ത വാക്ക് പാലിക്കണമായിരുന്നല്ലോ. പക്ഷെ രവീന്ദ്രനോടല്ലേ പറയില്ലെന്ന് പറഞ്ഞേ. പക്ഷെ മോളോട് പറയുന്നതിന് കുഴപ്പമില്ലോ. അതാ ഞാനിത് മോളോട് പറഞ്ഞെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. രേവതി പറഞ്ഞു, ഇതാ അപ്പ ആ സമയത്ത് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുമായിരുന്നോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നോർത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പിണങ്ങില്ലായിരുന്നു പറയണം. പിന്നീട് രേവതി അങ്ങോട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ നേരെ വരുന്നതോ ആ പണയം വെച്ച സ്ഥലത്തേക്കായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പണയം വെച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പണയം വെക്കാൻ കൊണ്ടു ചെന്ന് രേവതിക്ക് അറിയാവുന്ന ആ കടയിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് അയാൾ ആ കാര്യങ്ങൾ അറിഞ്ഞും രേവതിയോട് അവിടെ കൊണ്ടുവന്ന് മാല പണയം വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെ. ഒരു സച്ചിക്ക് അറിയില്ലായിരുന്നു രേവതിനെ ഇത്രമാത്രം അറിയുന്ന, രേവതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പണയം വെച്ച കാര്യം രേവതിയോട് പറയുന്നതൊക്കെ. പക്ഷെ സച്ചിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചോണ്ടാ അയാൾ ആ കാര്യം രേവതിയോട് പറഞ്ഞ്. അതുകൊണ്ടാണ് വീട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. പിന്നീട് കാണിക്കുന്ന സച്ചി ആ പണയം വെച്ചിടത്തേക്ക് ചെല്ലുമായിരുന്നു. പണയം വെച്ചിടത്തേക്ക് എന്നിട്ട് ആദ്യം തന്നെ ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, എന്ത് പറ്റി സച്ചി, എന്താ നീ പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ? അല്ല, പണം നിനക്ക് കിട്ടിയതല്ലേ, പിന്നെ എന്തെങ്കിലും പ്രശ്നമാണോന്ന് ചോദിക്കുകയാണ്. പണം കിട്ടി. പണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനേക്കാളും കൂടുതൽ കാര്യമില്ലേ നിങ്ങൾ ചെയ്തു വെച്ചെന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ, ഞാൻ എന്ത് തെറ്റാ സച്ചി ചെയ്തേന്ന് ചോദിക്കണം. ഒരു തെറ്റും ചെയ്തില്ലല്ലേ? അല്ല, ഞാൻ ഇവിടെ പണയം വെച്ച കാര്യം നിങ്ങൾ എന്തിനാ എന്റെ ഭാര്യയോട് പറഞ്ഞെന്ന് ചോദിക്കണം. ഓ, അതാണോ കാര്യം? അല്ല, രേവതി നിന്റെ ഭാര്യയല്ലേ, പിന്നെ ഭാര്യയോട് പറഞ്ഞ എന്താ കുഴപ്പം? അതെ, ഭാര്യ അറിയാതെ ഞാനിവിടെ സാധനം പണയം വെച്ചിരുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ പറയുകയും ചെയ്യുന്നു, ആരോടും പറയരുത്. എന്നിട്ടോ നിങ്ങളത് അവൾ വന്നു കഴിഞ്ഞപ്പോൾ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. അതിന്റെ പേര് കുടുംബത്തിൽ കിടന്ന് എന്ത് കലഹം ഉണ്ടായെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. അല്ല സച്ചി, ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ രേവതി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണേ. ഈ സമയത്താണ് ഒരാൾ പണയം വെക്കാൻ അങ്ങോട്ട് വന്നേ. അതെ ചേട്ടാ, ഈ മാല ഒന്ന് പണയം വെക്കണമെന്ന് പറയാം. അത് ഒരു മിനിറ്റ് ഞാൻ ഇവിടെയും ചർച്ച ചെയ്തോട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് സച്ചി അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടാണ് പണയം വെക്കാൻ വന്നു ചോദിച്ചു. ഇല്ല എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ കൊണ്ടു ഒന്നും പണയം വെക്കരുത്. പണയം വെച്ചിട്ടുണ്ട് ഇങ്ങേരുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യനെ തപ്പി കണ്ടുപിടിച്ചു പോയി ഭാര്യയോട് പറയും നിങ്ങളിവിടെ മാല പണയം വെച്ചിട്ടുണ്ടെന്ന്. അതിന്റെ പേരില് കുടുംബത്തെ അലമ്പായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളിവിടെ പണയം വെക്കണമെന്ന് പറയണം. ഇത് കേട്ടതോ അയാൾ ആ മാലയും കൊണ്ട് പെട്ടെന്ന് പോവാണ്. പെട്ടെന്ന് അയാൾ ഇത് എന്ത് പരിപാടിയാണ് സച്ചി കാണിക്കുന്നത്? എന്റെ കച്ചവടം മുടക്കുവാണ് നീ ചെയ്യുന്നേ ചോദിക്കുവാണ്. അതെ, മേലാൽ ഇങ്ങനത്തെ പരിപാടി ആരോടും ചെയ്യരുത്, പറഞ്ഞു കേട്ടല്ലോ. പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടുത്തെ രഹസ്യമായിരിക്കണം, അല്ലാതെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞോണ്ടല്ല നടക്കണ്ടേ. നിങ്ങളുടെ പൈസ എന്റെ പണയം ഇങ്ങോട്ട് തരാൻ പറയണേ എന്നും പറഞ്ഞിട്ട് സച്ചി ആ മാല എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. കടക്കാരനോ ദൈവമേ, ഇതെന്തൊരു സ്വഭാവമാണെന്ന് ഓർത്തിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ബാമയുടെ അടുത്തേക്ക് വരുമായിരുന്നു. ഈ സമയത്താണെങ്കിൽ ബാമയുടെ അടുത്ത് ശ്രുതി ഉണ്ടായിരുന്നു. അപ്പൊ ശ്രുതി വന്നിട്ട് ബാമയ്ക്ക് തെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചന്ദ്രമതിയെ കണ്ടപ്പോഴത്തേനും ബാമ ഞാൻ ബാബ കയറി വരാനും പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അപ്പൊ സുധീനെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒരു ഭയങ്കര പരുമല്. അല്ല, എന്ത് പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, എന്തെങ്ങനെയാണെന്ന് നീ തുറന്നു പറ. അപ്പൊ സുധീനെ ഒന്ന് നോക്കുവാണ് ചന്ദ്രമതി. ബാമ പറഞ്ഞു, നീ അവളെ നോക്കുവൊന്നും വേണ്ട, അവൾ എവിടെ ഉള്ളതല്ലേ, അവളിപ്പോ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നീ കാര്യം എന്താണെന്ന് എന്നോട് തുറന്നു പറ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് സുധിയെക്കുറിച്ച് ഓർത്ത വിഷമം എന്ന് പറയണം. സുധിയെക്കുറിച്ച് ഓർത്ത വിഷമോ? അല്ല, സുധിയെക്കുറിച്ച് ഓർത്ത നീ എന്തിനാ വിഷമിക്കണേ? സ്തുതിയുടെ കാര്യം നിനക്കറിയാലോ. കഴിഞ്ഞ ദിവസം ആ കല്യാണം മുടങ്ങിപ്പോയതിനു ശേഷം അവൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. അവനൊരു ജോലിയില്ല, അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയത്തില്ല, ആരോടും ഒരു മിണ്ടാട്ടം പോലും ഇല്ല. ഈ അവസ്ഥ ഞാനാണല്ലോ കാരണക്കാരി, ഞാനാണല്ലോ അങ്ങനെ ഒരു ബന്ധം പറഞ്ഞ് അവന് കൊണ്ടുവന്നത്. അത് മുടങ്ങിപ്പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ബാമ പറഞ്ഞു, ഇതാണ് ആ കാര്യം, ഇത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ, ഇതല്ല ആ ഒരു ബന്ധം പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ബന്ധം അവന് കിട്ടും. നീ അവനെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചാൽ വന്നു പറയണ. ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കാനാ ചന്ദ്ര? അല്ല ബാമ, നിനക്കറിയാലോ കാര്യങ്ങള്, വീട്ടിലെ അവസ്ഥ നിനക്കറിയാലോ. ഞാനാണെങ്കിൽ എത്ര ആഗ്രഹിച്ചന്ദ്ര നീ ആ ബന്ധം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേ. ആ സമയത്താണ് അവർ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ. ഇതിന്റെ പേര് സച്ചിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ? ഇപ്പോഴാണെങ്കിൽ സുധി മുറിയുന്ന പോലും പുറത്തിറങ്ങാറില്ല, എപ്പൊ നോക്കിയാലും കഥ കടച്ച ഒരേ ഇരിപ്പാ. ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മനോനില തന്നെ തെറ്റിപ്പോകുന്ന എനിക്ക് തോന്നേ. അവനെ അതിൽ നിന്ന് എനിക്കൊന്ന് കരകയറ്റണം ബാമേ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. ബാമ പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താന്ന് പറയാണ്. പിന്നീട് ശ്രുതി നേരെ വീട്ടിലേക്ക് വരുവാണ്. ശ്രുതി നേരെ വീട്ടിലേക്ക് വരുമ്പം മേരി ചോദിച്ചു, എന്താ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ചോദിക്കുകയാണ്. അത് ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില. എന്താടി കാരണം, എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. അധികം വൈകാതെ മിക്കവാറൊരു ആ കല്യാണാലോചനയായിട്ട് ശ്രുതിയായിട്ടുള്ള വിവാഹാലോചനയായിട്ട് ശ്രുതിയുടെ അമ്മ ഇവിടെ വരുമെന്ന് പറയണം. നീ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണേ. എടി, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ശ്രുതിയോടാ നിന്റെ എന്നല്ല, ഈ ശ്രുതിയോടാ
അവരുടെ കളി. ചന്ദ്രമതിയല്ല, ചന്ദ്രമതിയുടെ ഇനിയിപ്പം ആരൊക്കെ വന്ന് പറഞ്ഞാലും ഈ ശ്രുതിയുടെ അടുത്ത് അതൊന്നും വിലപ്പോവില്ലെന്ന് പറയണ. നീ എന്തൊക്കെയാ പറയണേ? ഇനി ഞാൻ ശ്രുതിയുടെ അമ്മയുടെ കാര്യം പറഞ്ഞേ. എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ശ്രുതി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രുതി ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവരുടെ അമ്മയ്ക്കാ. അവരുടെ അമ്മ പറയുന്നതിനപ്പുറം ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറില്ല. അപ്പൊ അമ്മ വരച്ച വരെ നിർത്തിയേക്കുന്ന ശ്രുതിനെ. അപ്പൊ ആദ്യം കയ്യിലെടുക്കേണ്ട ചന്ദ്രമതിനെയാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിനെ കയ്യിലെടുക്കുവാണെങ്കിൽ എനിക്ക് ശ്രുതിനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറയാണ്. അല്ല ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കാണ്. അതോ അതിനുള്ള നമ്പരൊക്കെ ഞാൻ ഇട്ടിട്ടാ വന്നേക്കെന്ന് പറയാണ്. നമ്പർ ഇട്ട് എന്ത് നമ്പര്? ഞാനൊരു കഥ തന്നെ അങ്ങോട്ട് ഒപ്പിച്ച് പറഞ്ഞില്ലെന്ന് പറയണ. പിന്നീട് ശ്രുതി ആ കഥകളൊക്കെ അങ്ങനെ മീരയോട് പറയണം. ആ കഥകൾ എന്താന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ അതിന് ശേഷം മീര പറഞ്ഞു, എന്നാലും നീ ആള് കൊള്ളാലോടി. നിന്റെ ജീവിച്ചിരിക്കുന്ന അമ്മേനെ നീ കൊന്നല്ലോ. നിന്റെ അമ്മ മരിച്ചു പോയെന്നും അച്ഛൻ 2ാം കല്യാണം കഴിച്ചെന്നും അമ്മയുടെ മരണത്തിന് ഇടയാക്കിയത് ക്യാൻസർ ആണെന്നൊക്കെ. എന്നാലും ഇത്രയും വലിയ കല്ല് വെച്ച നുണ നിനക്ക് എങ്ങനെ പറയാൻ പറ്റി? അച്ഛൻ വലിയ കോടീശ്വരനാണ്, അതുകൊണ്ട് അച്ഛൻ 2ാമത് വീണ്ടും വിവാഹം കഴിച്ചു. അത് നിനക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നീ ഇവിടെ വന്ന് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇത്രയും വലിയ നുണകളൊക്കെ നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. എന്റെ പൊന്നു മീരെ, ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ നുണ പറഞ്ഞാലോ എല്ലാരും പെട്ടെന്ന് വിശ്വസിക്കും. ഇന്നത്തെ കാലത്ത് അതാ ആവശ്യം എന്ന് പറയണം. നിന്റെ നുണയിൽ അവര് വീണോന്ന് ചോദിക്കണം. പിന്നെ അവര് വീഴാതെ അവർക്കിനി ഇപ്പൊ തോന്നും ഇവള് കാശുകാരിയുടെ മോളാണല്ലോ, ഇപ്പൊ ഇവളെ തന്റെ മോനെ കൊണ്ട് കെട്ടിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടും. അവര് പൈസയ്ക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ചെടുക്കുന്ന സ്ത്രീയാന്ന് എനിക്കറിയാം. തന്റെ തന്ത്രത്തിൽ അവര് കുടുങ്ങും. അങ്ങനെ എനിക്ക് ശ്രുതിയായി വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചിരിയായിട്ട് മീര അടുത്തിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.